ഇനി നമുക്ക് ചക്ക കൊണ്ട് ഒരു ഐസ്ക്രീം തയ്യാറാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല പഴുത്ത ചക്ക എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നല്ല കട്ടിയുള്ള വിപ്പിംഗ് ക്രീമാണ്. 1/2 കപ്പ് പഞ്ചസാര വേണം, 1 കപ്പ് പാൽ വേണം, വാനില എസൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. വേറെ ഒരു പ്രിസർവേറ്റീവ്സും നമ്മൾ ചേർക്കുന്നില്ല. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതേപോലെയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ മെഷർ ചെയ്ത് വെച്ചിട്ടുള്ള 1 കപ്പ് പാലും അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മധുരം, അതായത് വിപ്പിംഗ് ക്രീമിൽ ഓൾറെഡി മധുരം ഉണ്ടാവുന്നത് കൊണ്ട് 1/2 കപ്പ് പഞ്ചസാര മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയും ചേർത്ത് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ചക്കയിൽ ചക്കക്കുരുവൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് പോക്കി വെക്കുക. എന്നിട്ട് ഈ പാലിൽ നമുക്ക് ചക്ക ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നിങ്ങൾ ഇപ്പം ഡൗട്ട് അടിക്കുന്നുണ്ടാവും, ചക്ക ഇതിലേക്ക് ഇട്ട് പോകുമ്പം പാല് തരുത്തു പോകില്ലേ? ഒരു പ്രശ്നവുമില്ല. നമ്മൾ ഇത് നല്ലതുപോലെ വേവിച്ചതിന് ശേഷം നമ്മളിത് മിക്സിയിൽ നല്ലതുപോലെ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രശ്നമില്ല. ഈ പാലിൽ കിടന്നിട്ട് ഈ ചക്കനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം. അപ്പോൾ നമ്മളെ ചക്ക ഓൾമോസ്റ്റ് വെന്ത് ഞാനത് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പാലിൻ്റെ ആ ഒരു വെള്ളത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ചക്ക അത്യാവശ്യം പേസ്റ്റ് രൂപത്തിൽ കിട്ടണമെങ്കിൽ ഇതിൻ്റെ ഈ ഒരു വെള്ളം പോലെയുള്ളതും കൂടെ വേണം. അപ്പം ഇതും ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണിത്. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചക്ക നല്ലതുപോലെ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതേപോലെയുള്ളൊരു ബൗളിലേക്ക് മാറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ, നല്ല ഒരു പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല അത്യാവശ്യം കട്ടിയൊക്കെ ഉള്ള ഒരു പേസ്റ്റാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കുന്നില്ല. ചക്കേൻ്റെ ആ ഒരു നാടൻ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കുക. അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ പുറമെ പോയിട്ട് നമ്മൾ ഐസ്ക്രീം കഴിക്കുമ്പം എത്ര അതിൻ്റെ പാക്കറ്റിൻ്റെ മുകളിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാലും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു എസൻസ് എങ്കിലും അവർ ചേർക്കും. അപ്പോൾ ഇതൊന്നുമില്ലാതെ വീട്ടിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം നല്ലതുപോലെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാം, വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യുമ്പം അടിയിലൊരു ട്രേയിൽ നിങ്ങൾ കുറച്ച് ഐസ് പീസ് വെച്ച് കൊടുക്കുക. ഈ നമ്മൾ ഇതിൻ്റെ ആ ഒരു നമ്മളിത് വിപ്പ് ചെയ്യുന്ന ഈ ഒരു ബ്ലെൻഡറിൻ്റെ പാർട്സൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് ഫ്രീസ് ചെയ്തെടുത്താലും നല്ലതാണ്. അപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ വിപ്പ് ചെയ്തൊന്ന് ഫ്രിഡ്ജിലൊന്ന് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തതാണ്. ഓൾമോസ്റ്റ് ഒരു മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നല്ല കട്ടിയായിട്ട് കിട്ടും. അപ്പോൾ ഓൾമോസ്റ്റ് രാത്രിയായി. അപ്പം വെളിച്ചത്തിൻ്റെ കുറച്ചൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. പ്രൊസീജിയർ കണ്ട് മനസ്സിലാക്കിയാൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാമല്ലോ. അപ്പം ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ചക്കേൻ്റെ മിക്സും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ പറയാൻ മറന്നു, ഈ ഒരു മിക്സും നമ്മൾ ഫ്രിഡ്ജിൽ ഒന്ന് വെച്ചിട്ട് ഈ വിപ്പിംഗ് ക്രീം സെറ്റാക്കുന്ന കൂട്ടത്തിൽ ഒന്ന് സെറ്റാക്കി എടുത്താൽ നല്ലതാണ്. ഇനി അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്കൊന്ന് സാധാ ഒരു കൈ കൊണ്ട് അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ബ്ലെൻഡർ ഒന്നും യൂസ് ചെയ്യേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം നമുക്ക് കിട്ടും. ചക്കേനെ കൊണ്ട്, പ്രത്യേകിച്ച് പഴുത്ത ചക്കേനെ കൊണ്ട് എന്ത് തയ്യാറാക്കിയാലും അതിനൊരു ടേസ്റ്റ് വേറെ തന്നെയാണ്. ചക്ക പ്രഥമൻ നമ്മൾ കഴിക്കാറുണ്ട്. നമ്മളെ ഈ ഒരു വ്ളോഗിൽ തന്നെ നമ്മൾ ചക്കേനെ കൊണ്ട് കുമ്പിളപ്പം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ചക്ക ഐസ്ക്രീമുമായി. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്ന് ശിവരാത്രിയാണ്, എല്ലാവർക്കും ലീവാണ്. അപ്പോൾ ചക്കേൻ്റെ സീസൺ ഇപ്പോൾ ഓൾമോസ്റ്റ് ചക്കയൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതേപോലെ ചക്ക കിട്ടുമ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഐസ്ക്രീം തയ്യാറാക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഐസ്ക്രീമാണ്. കുട്ടികൾക്ക് നല്ല കേട്ടോ, മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വേറെ ജോലിയൊന്നുമില്ല. അപ്പം വിപ്പിംഗ് ക്രീമും ഈ ഒരു ചക്കയും മാത്രമേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസും ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പം മധുരമൊക്കെ ആണെങ്കിലും നമ്മൾ വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു മധുരവും പിന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള 1/2 കപ്പ് പഞ്ചസാരയുടെ മധുരവും, പക്ഷേ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മധുരത്തിൽ നിങ്ങൾക്കിത് കിട്ടും. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഞാനിത് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഏതൊരു പാത്രത്തിലാണോ ഈ ഒരു ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇതിന് നമുക്ക് മാറ്റണം. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറിലാണ് ഈ ഒരു ഐസ്ക്രീം ഉണ്ടാവുക.
അപ്പോൾ ഞാൻ ഇതേപോലെയുള്ള ഒരു പ്ലാസ്റ്റിക് ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. ഈ ഒരു കണ്ടെയ്നറിലാണ് ഞാൻ ഈ ഒരു ഐസ്ക്രീം സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല മൂടിയുള്ള കണ്ടെയ്നർ ആവണം, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നല്ല എയർ ടൈറ്റ് ആയിട്ട് നമ്മളിത് ഫ്രീസറിൽ വെക്കുന്ന സമയത്ത് നല്ലതുപോലെ റെഡി ആയിട്ട് കിട്ടണം. അപ്പോൾ സാധാരണ നമ്മൾ ഒരു വൈകുന്നേരമൊക്കെ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ഉള്ള ഈ ഒരു ടെക്സ്ചറിൽ നമ്മൾ ഐസ്ക്രീം കിട്ടും. അപ്പം മക്കളൊക്കെ ഉണ്ട്, ക്ഷമയൊന്നും ഇല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇതിലേക്ക് മാറ്റിയിട്ട് മൂടി വെച്ച് ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കണം. അതിന് ശേഷമുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ എസൻസ് ഒക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു കളർ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് ഒരു ഹെൽത്തി ആസ്പെക്റ്റ് മുന്നിൽ കണ്ടിട്ട് ഞാൻ ഒരു ഫ്ലേവറോ എസൻസോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ ഒരു കളറിൽ നാച്ചുറൽ ഐസ്ക്രീമായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇത് ഓൾമോസ്റ്റ് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കണം. വേറെ ജോലിയൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, വളരെ ഈസിയാണ്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പം എപ്പോഴും പുഡിങ് ഉണ്ടാക്കാതെ ചക്കേൻ്റെ സീസണൊക്കെ ആകുമ്പം ഇതേപോലെ നമുക്ക് ഐസ്ക്രീം സെർവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അതിൽ നിങ്ങൾക്ക് കോൺഫ്ലേക്സൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ നട്ട്സൊക്കെ ഇട്ടിട്ട് സെർവ് ചെയ്യുമ്പം കുറച്ചും കൂടെ റിച്ച് ആവും, ടേസ്റ്റിയും ആവും. അപ്പോൾ ഇത് ഞാൻ ഫ്രീസറിലേക്ക് വെക്കുകയാണ്. ഇതാ ഓവർ നൈറ്റ് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. അപ്പം ഞാൻ ഇതേപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് നോക്കുമ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, നമ്മൾ ശരിക്കും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ഒരു സെയിം ടെക്സ്ചറിലുള്ള ഒരു ഐസ്ക്രീമാണ്. എല്ലാവരും തീർച്ചയായിട്ടും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല ഒരു ഐസ്ക്രീമാണ്. ഇനി മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിൻ്റെ മുന്നേ എനിക്കിതൊന്ന് കഴിക്കണം. അപ്പോൾ നിങ്ങളും ഇതേപോലെ തയ്യാറാക്കിയിട്ട് കുട്ടികൾക്കും നിങ്ങളുടെ വീട്ടിലുള്ളവർക്കൊക്കെ കൊടുത്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാവരോടും പറഞ്ഞ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് റെസിപ്പീസുമായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പം ഞാനിതൊരു ഐസ്ക്രീം സെർവ് ചെയ്യുന്ന ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതാ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയണ്ടേ. അപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും സ്വയം ഉണ്ടാക്കി ഇതിനെ ബൂസ്റ്റ് ചെയ്യുകയാണെന്ന്. ഒരിക്കലും അല്ല, നല്ല ടേസ്റ്റാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യും. അപ്പം ട്രൈ ചെയ്ത് നോക്കുക. സോ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.